കൊല്ലം കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കേസിൻ്റെ ആദ്യ ഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഈ വാർത്ത ഇന്നലെ ആദ്യം നൽകിയത് നമ്മളാണ്. എന്തായാലും വൈകിട്ടോടുകൂടി രണ്ടുപേരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാണ് രണ്ടുപേരെ പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ മനോജ്? വിനോദ്, രണ്ടുപേരാണ് ഇപ്പോൾ കുണ്ടറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതായത് പെരുമ്പുഴ സ്വദേശിയായിട്ടുള്ള അരുൺ, കുണ്ടറ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നിവരാണ്. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ, അതായത് ഈ സംഭവം നടക്കുന്നത് പുലർച്ചെയാണ്. അത് അർദ്ധരാത്രിയോടുകൂടി ഇവർ ഈ പോസ്റ്റ് എടുത്തുകൊണ്ട് അവിടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ പുലർച്ചെ 3 മണിക്ക് മുമ്പായാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തുന്നത് എഴുകോൺ പോലീസാണ്. അതായത് ആദ്യം ഈ പോസ്റ്റ് വെച്ച് ഈ ട്രാക്കിലിരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ സമീപവാസിയായ യുവാവ് ഗേറ്റ് കീപ്പറെ വിവരമറിയിക്കുന്നു. ആ ഗേറ്റ് കീപ്പർ ഈ എഴുകോൺ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നോക്കുമ്പോൾ ഈ പാളത്തിന് കുറുകെ ഒരു പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. ആ പോസ്റ്റിനെ എടുത്ത് വശത്തേക്ക് മാറ്റിയിട്ട ശേഷം പോലീസ് പോകുകയാണ്. അവിടെ നിന്ന് മറ്റ് പരിശോധനകൾക്കൊന്നും തയ്യാറാവാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ തന്നെ പോലീസ് അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. പിന്നാലെ വീണ്ടും ഇത് ആവർത്തിച്ചപ്പോഴാണ് കുണ്ടറ പോലീസ് അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഇത് പുറം ലോകം അറിഞ്ഞതോടുകൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ആദ്യം റെയിൽവേ പോലീസാണ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതും പിന്നീട് പോലീസിന് കൈമാറുന്നതും. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ പെരുമ്പുഴയിൽ നിന്നും പിടികൂടുന്നത്. രാത്രിയോടുകൂടി തന്നെ ഇവരെ സ്റ്റേഷനിലെത്തിച്ചു, ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ അട്ടിമറി ശ്രമം അത് പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കൂടിയാണ്. ഇനി ഇവർ തന്നെയാണോ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇന്നലെയും ഒരു സംശയം എന്നുള്ള രീതിയിലാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും CCTV ദൃശ്യങ്ങളിലുള്ളത് ഇവർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളതിനെ പറ്റി പോലീസ് പരിശോധിച്ച് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേയുടെ ഇൻ്റലിജൻസ്, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാവരും തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത്. അതായത് പുലർച്ചെ 3:30 പാലരുവി എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുന്നത്. ആ സമയം അവിടെ ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് ആ ട്രാക്കിലേക്ക് കൊണ്ടിടുകയായിരുന്നു. ആദ്യം കൊണ്ടിട്ട് പോലീസ് വന്നു, അതെടുത്തു മാറ്റി പോയി, വീണ്ടും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഒരു ആസൂത്രണം ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പ്രതികളുടെ, അല്ലെങ്കിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ മൊഴിയിൽ പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള മൊഴിയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതായത് മറ്റൊരു കാരണം പറഞ്ഞാണ് ഇവർ ഈ പോസ്റ്റ് കൊണ്ടിട്ടതൊക്കെ വേറൊരു ആവശ്യത്തിനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം, അതായത് ക്രിമിനൽ പശ്ചാത്തലം, ഒരാൾക്ക് 11 കേസ്, മറ്റൊരാൾക്ക് 4 കേസ്, SI അടക്കം ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളവർ എന്ത് നീക്കത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ശ്രമം നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കും. മറ്റ് നടപടികളൊക്കെ തന്നെ ഉണ്ടാകും. അതിനുശേഷം കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങും. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് എഴുകോൺ, കുണ്ടറ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു വശം എഴുകോണും ഒരു വശം കുണ്ടറയും. എന്നാൽ ആദ്യമെത്തിയ എഴുകോൺ പോലീസ് വലിയ രീതിയിൽ ഒരു പരിശോധന നടത്താതെ പോയി എന്നുള്ളതാണ്. കാരണം ഈ സമയത്ത് അവിടെ ഇവരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേർ ആർക്കെയാണോ ഈ സമീപത്ത് ഉണ്ടായിരുന്നു, അവർ വീണ്ടും ഈ പോസ്റ്റ് കൊണ്ട് വച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, പോസ്റ്റ് മുറിഞ്ഞ നിലയിലായിരുന്നു. അത് വശത്തേക്ക് മാറ്റിയിട്ടപ്പോൾ മുറിഞ്ഞു എന്നാണ് പോലീസൊക്കെ പറയുന്നത്. എങ്കിലും അതിൽ കൃത്യമായും ഒരു
എന്താണോ സംഭവിച്ചിട്ടുള്ളത് എന്നത് പോലീസിന് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇങ്ങനെ അന്വേഷിച്ചാൽ പറ്റില്ല, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ ഇടപെടണമെന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഇടപെടണമെന്നുള്ള കാര്യമാണ് ഓരോ വ്യക്തികളും ഓരോ ജനപ്രതിനിധികളും അടക്കം പറയുന്നത്. കാരണം ഇത് ചെറിയൊരു വിഷയമായി ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ രീതിയിലൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങളെടുത്ത് മാറ്റി, അതിനുശേഷം വച്ചോ എന്നത് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എഴുകോൺ പോലീസിൻ്റെ പ്രതികരണം. കാരണം ഒരു പോസ്റ്റിൻ്റെ അത് പകുതി മാത്രമേ ട്രാക്കിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് തന്ന മറുപടി. പിന്നീട് ഇത് പുറം ലോകം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഇതിൽ കാര്യമായും ഇടപെടാൻ ശ്രമിച്ചത് തുടങ്ങിയത്. അതേപോലെ തന്നെ മനോജ്, ഇപ്പോൾ വന്ന ഒരു പ്രതികരണം, ഒരു പ്രേക്ഷകന്റെ പ്രതികരണമാണ്. ഗണേഷ് കുമാർ പറയുന്നത്, ഈ വഖഫ് ബില്ലിനെതിരെ SDPI കൊല്ലത്ത് പ്രകടനം നടത്തിയ അന്ന് രാത്രിയിലാണ് ഈ റെയിൽവേ പാളത്തിൽ ഇത്തരത്തിൽ ടെലിഫോൺ പോസ്റ്റ് കാണപ്പെട്ടത് എന്നുള്ള കാര്യമാണ്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് പക്ഷേ അവരുമായി ബന്ധപ്പെട്ടാണോ ഇനിയും അത് ഒരു പ്രേക്ഷകൻ്റെ ഒരു പ്രതികരണം അത് വന്നതിനെപ്പറ്റി ഒന്ന് പറയുകയാണ് മനോജ്. ഒരു പ്രേക്ഷകൻ അങ്ങനെ പ്രതികരിക്കുന്നു, SDPI വഖഫ് ബില്ലിനെതിരെ പ്രകടനം നടത്തിയ അതിനുശേഷമുള്ള രാത്രിയിലാണ് ഇങ്ങനെ കാണപ്പെട്ടതെന്നൊക്കെ പറയുന്നു. പക്ഷേ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണത്. ഒരു പ്രേക്ഷകൻ്റെ പ്രതികരണത്തെ പറ്റി മനോജ്, ഗണേഷ് കുമാർ പറയുന്നു. വിനോദ്, ദിവസങ്ങൾക്ക് മുൻപാണ് SDPIയുടെ ഒരു പ്രതിഷേധ റാലി വഖഫ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബില്ലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം ഉണ്ടായിട്ടുള്ളത്. അത് ഈ തെക്കൻ ജില്ലകളെ സമീപിച്ചുകൊണ്ട് SDPIയുടെ നേതൃത്വം നടത്തിയതാണ്. അത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതാണ്. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രേക്ഷകന്റെ ഒരു പ്രതികരണത്തെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തായാലും ഇതിലൊരു അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. അത് വലിയ ഗൗരവത്തോടെ ആദ്യം പോലീസ് കണ്ടില്ല എന്നുള്ള നിലയിലാണ്. ആദ്യം പോസ്റ്റ് കിടക്കുന്നത് കണ്ടു, എടുത്തു മാറ്റി. രണ്ടാമത് പിന്നെയും പോസ്റ്റ് കണ്ടപ്പോഴാണ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. അത് മാത്രമല്ല, ഈ ക്രിമിനൽസ് ആദ്യം പോലീസിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഈ പോസ്റ്റ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇത് റെയിൽവേ ട്രാക്കിൽ ഇടുമ്പോൾ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഇത് മുറിയുകയും അത് തങ്ങൾക്ക് വിൽക്കുന്നതിന് വേണ്ടി മോഷണമായിരുന്നു ഭാഗം എന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയ രീതിയിൽ ട്രെയിനിന് തന്നെ ഒരുപക്ഷെ പാളം തെറ്റാനുള്ള അപകട സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ക്രിമിനൽസിന് അറിയാൻ പാടില്ലാത്തതല്ല. അപ്പോൾ അവിടെ ആസൂത്രിതമായൊരു നീക്കം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുടരന്വേഷണത്തിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ.